ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ സ്വപ്നം കണ്ട് പേടിച്ചെന്ന് ഞാൻ സ്വപ്നം കണ്ടു. അങ്ങനെയാ സ്നേഹമുള്ള ഭർത്താക്കന്മാര് ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും കണ്ട് പേടിക്കോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതിലൊരു കുഴപ്പമില്ല. എന്നിട്ട് ഉറങ്ങാതിരുന്നിട്ട് എന്താ ചെയ്ത? ഉറങ്ങാതിരുന്നിട്ട് എന്താ ചെയ്തെന്ന് ചോദിച്ചാ ഞാനേ തന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് ആന ഉറങ്ങുന്നത് കണ്ടു. എന്നിട്ട് 1-2 തവണ ഉമ്മ വെച്ചെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇതേ നല്ലൊരു വടി വെട്ടിവെച്ച് അടിക്കാത്തതിന്റെ കുഴപ്പം. ചുമ്മാ ഓരോന്ന് തട്ടി വിടുക. ചുമ്മാ ഒന്നുമല്ല. ഉറക്കത്തിലേ തന്നെ കാണാൻ എന്ത് ഭംഗിയാന്നറിയോ? സത്യം. മതി. ഇപ്പൊ എന്തായാലും എഴുന്നേറ്റല്ലോ. ഇനി ആ ചായ എടുത്ത് കുടിക്ക. ജോലിയുണ്ട്. എന്ത് ജോലി? ഓഫീസിൽ പോണ്ടേ? എന്താ ഓഫീസ്? അത് പൂട്ടിക്കളയാൻ പറ. എന്താ? പിന്നല്ലാതെ മനുഷ്യൻ സ്വസ്ഥമായിട്ട് ഭാര്യയോട് കൂടി ഇരിക്കുമ്പോഴാ ആ ഓഫീസും ജോലി തിരക്കുള്ളൂ. ഓ, എന്നാൽ ഇവിടെ ഇരുന്നോ. ഞാൻ പോയി എല്ലാരെയും വിളിച്ചോണ്ട് വരാം. എന്നിട്ട് ഇനി മുതൽ ഓഫീസിൽ പോകുന്നില്ലാതും കണിമംഗലത്തെ ബിസിനസ്സുകളൊക്കെ നിർത്താൻ പോവാണെന്നും അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ അങ്ങ് പറ. ഓക്കെ? ആരും വിളിക്കണ്ട. താൻ പറയുന്നത് ഞാൻ കേട്ടാ മതിയല്ലോ. അങ്ങനെ വഴിക്ക് വാ. ഓ, എനിക്കിത് തനിയെ പിടിച്ചു കുടിക്കാനൊന്നും വയ്യ. എന്നാ വാ തുറക്ക്. നല്ല ചൂടോട് ഞാൻ ഒഴിച്ചു തരാം. വായ തുറക്കൊക്കെ ചെയ്യാം. പക്ഷേ ഈ ചൂടാറ്റി കൊച്ചുങ്ങൾക്ക് അമ്മമാര് കൊടുക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ തരണം. നിസ്സാര ഭ്രാന്തൊന്നും അല്ലല്ലോ. തരുന്നുണ്ടോ ഇല്ലയോ? ഓ ശരി. ഇനി ഈ കൊച്ചുകുട്ടിയെ ഊതിയാറ്റി കുടിപ്പിച്ചില്ലെന്ന് വേണ്ട. ഈ പരിപാടി കൊള്ളാം കേട്ടോ. ഇനി മുതല് നമുക്ക് ചായ ഇങ്ങനെ കുടിച്ചാൽ മതി. എന്തിനാ ചായ മാത്രാക്കിയത്? ഇനി മുതൽ ചോറും കഞ്ഞിയും ബിരിയാണിയും ഒക്കെ ഇങ്ങനെ ആക്കാം. ഞാൻ റെഡി. എന്നാ ഞാൻ റെഡിയല്ല. ഇനി ഇവിടെ നിന്ന് കൊഞ്ചാതെ പെട്ടെന്ന് പോയി റെഡിയാവാൻ നോക്ക്. എനിക്ക് താഴെ നല്ല പണിയുണ്ട്. കൊല്ലി ഞാൻ. പിടിച്ചല്ലേ ഞാൻ വീഴുവേ. ഞാൻ മാത്രമല്ല, അത് കുഴപ്പമില്ല. വീണോട്ടെ. നടക്ക് നടക്ക്. സൂര്യ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇല്ല, എനിക്ക് തൽക്കാലം കേൾക്കാൻ ഉദ്ദേശമില്ല. സൂര്യ വേണ്ട വേണ്ട, ഞാൻ വീണു. പേടിയാവുന്നു. ഇത്ര നേരം താൻ എന്നെ പേടിപ്പിച്ചല്ലേ, ഇനി ഇതൊക്കെ അനുഭവിക്കും.